ഹേ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ദൃശ്യം 3 കണ്ടിട്ടുള്ള വരവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ബർത്ത്ഡേയും കൂടാണ്. ഇന്നാണ് ദൃശ്യം 3 റിലീസായത്. ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ 1, 2, 3 എക്കാലവും മികച്ചിരിക്കുന്നത് ദൃശ്യം 1 തന്നെയാണ്. 2ഉം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, 3യും അതേപോലെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ചിത്രത്തെ പറ്റി പറയുവാണെങ്കിൽ പടം ഒരു നോർമൽ ക്ലാസിക് ത്രില്ലർ ആ രീതിയിൽ ക്ലൈമാക്സും കാര്യങ്ങളും എല്ലാം തന്നെ അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മേക്കിംഗ് ആയാലും BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സ്കോർ ചെയ്തേക്കുന്ന എല്ലാം അടിപൊളിയായിട്ട് തന്നെ. പിന്നെ എടുത്തു പറയാൻ നമ്മുടെ ലാലേട്ടൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ വന്നിപ്പോണ്ട്. ലാലേട്ടൻ 1ഉം 2ഉം 3യും ചെയ്തേക്കുന്ന കൂട്ട് തന്നെ ആ രീതിയിൽ ഒരു പൊടിത്തുമ്പ് പോലും വിടാതെ ആ രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് വെച്ചേപ്പോണ്ട്. പിന്നെ പടത്തിലെ പ്രധാന നായികയായിട്ട് വന്ന റാണിയുടെ അഭിനയം ഗംഭീരം. പഴയ പോലെ തന്നെ ആ ഒരു ഇതിൽ ആ ഒരു മീറ്റർ തന്നെ വന്നേപ്പുണ്ട്. പിന്നെ പറയാനായിട്ട് പടം എല്ലാ ആക്ടേഴ്സും അടിപൊളിയാണ്. പിന്നെ എല്ലാവരുടെയും ക്യാരക്ടർ ചെയ്തേക്കുന്നത് നല്ല രീതിയിൽ തന്നെ വന്നേപ്പുണ്ട്. പോലീസുകാരായാലും എല്ലാവരായാലും നല്ല രീതിയിൽ തന്നെ ആ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേപ്പുണ്ട്. പടം ട്വിസ്റ്റുകളില്ല എന്ന് പറയുന്നെങ്കിലും പടത്തിനകത്ത് ട്വിസ്റ്റുകളുണ്ട്. പിന്നെ പഴയ പോലെ തന്നെ ആ ദൃശ്യം പോലെ തന്നെയാണ്. കുറേ മാറ്റങ്ങൾ ഇതിനകത്ത് വന്നപ്പോണ്ട്. കഥയുടെ ഒരു നല്ല രീതിയിലുള്ളൊരു വേരിയേഷൻ ചേഞ്ച് ഇതിനകത്ത് വന്നപ്പോണ്ട് സിനിമയിൽ. പിന്നെ ആ ഒരു മ്യൂസിക്കായാലും ആ രീതിയിൽ തന്നെ. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് നമുക്ക് തോന്നിക്കുമെങ്കിലും സെക്കൻഡ് ഹാഫിൽ നമുക്കതൊരു കയറ്റമായിട്ട് ഒരു മീറ്റർ വന്നിട്ടൊരു പടം അങ്ങോട്ട് ഹൈയിലോട്ട് പൊങ്ങുന്ന രീതി നമുക്ക് തോന്നും. ക്ലൈമാക്സ് ഒക്കെ അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചേപ്പുണ്ട്. പിന്നെ എടുത്തു പറയാമെന്ന് വെച്ചാൽ നമുക്ക് ലാലേട്ടൻ പറയാമല്ലോ. ലാലേട്ടൻ ദ ഗോഡ് കംപ്ലീറ്റ് ആക്ടർ, ആ ഒരു പെർഫോമൻസ്. പിന്നെ ഡയറക്ഷൻ ജിത്തു ജോസഫിൻ്റെ ആ ഒരു പീക്ക് ഡയറക്ഷൻ നമുക്കിതിനകത്ത് പ്രതീക്ഷിക്കാം. അപ്പം പടത്തെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം പടം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിനകത്ത് കുറേ ട്വിസ്റ്റും ക്ലൈമാക്സിനകത്തെ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പടം കാണുക. ഒരു റെക്കമെൻഡേഷനായിട്ട് കരുതിയാൽ മതി. പടം കാണാനുള്ളതുണ്ട്, പൈസ മുതലാണ് പടം. അപ്പം ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.